എറണാകുളം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കോൺഗ്രസ് നേതാവായിരുന്ന അടുത്തിടെ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാലിനെ സമീപിച്ചിരുന്നതായി വെളിപ്പെടുത്തിയത് വിവാദ ഇടനിലക്കാരനായ നന്ദകുമാറാണ്. എന്നാൽ CPM നേതാക്കളാരും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. CPM എങ്കിൽ CPM പോയേക്കാമെന്ന് പത്മജ ആലോചിച്ചത് ചില സൂപ്പർ പദവികൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം CPM അതത്ര പ്രോത്സാഹിപ്പിക്കാതെ പോയത്. വിവാദങ്ങളിൽ ഹരം കൊള്ളുന്ന ദല്ലാൽ നന്ദകുമാർ വീണ്ടും വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. കോൺഗ്രസ് വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിരവധി കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി സ്വപ്നവുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ UDF ജില്ലാ ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡൊമിനിക് പ്രസന്റേഷൻ, ദീപ്തി മേരി വർഗീസ് തുടങ്ങിയ നിരവധി പേരുണ്ടായിരുന്നു. ഇക്കാലത്ത് പത്മജ വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ അവധിയെടുത്തിരിക്കുന്ന കാലമായിരുന്നു. എന്നിട്ടും CPM സ്ഥാനാർത്ഥിയാക്കാനായി പത്മജയെയും ദീപ്തിയെയും സമീപിച്ചത് എന്തുകൊണ്ടായിരിക്കാം? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ളവർ നിരവധി ഉണ്ടായിട്ടും പിന്നീട് ഡോക്ടർ ജോ ജോസഫിൽ എത്തിയതും ദുരൂഹമായിരുന്നു. ചാനൽ ചർച്ചകളിൽ സജീവമായ യുവ നേതാവ് അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായുള്ള CPMന്റെ തീരുമാനം അട്ടിമറിച്ചത് ആരൊക്കെയായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയരുകയാണ്. വിവാദ ദല്ലാൽ എന്നറിയപ്പെടുന്ന നന്ദകുമാറുമായി എന്തിനാണ് CPM നേതാക്കൾ ബന്ധപ്പെട്ടത്? എന്തേ CPM ഇത്രയും ഗതികേടിലായോ? എന്തായാലും പഴയ കാര്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചിരിക്കുകയാണ്. ദീപ്തി മേരി വർഗീസിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ ശ്രമിച്ചുവെന്നതിന് മറുപടിയുമായി ദീപ്തി മേരിയും രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു. ആരോപണത്തിനു മേൽ ആരോപണവും വിവാദത്തിനുമേൽ വെല്ലുവിളികളുമായി പിന്നെയും നന്ദകുമാർ എത്തിയിരിക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നന്ദകുമാറും EP ജയരാജനും CPMലേക്ക് ക്ഷണിച്ചുകൊണ്ട് തന്റെ അടുത്ത് വന്നിരുന്നു. അന്ന് തന്നെ അതിനുള്ള മറുപടി താൻ കൊടുത്തിരുന്നു. അത്ര വലിയ കാര്യമായി കാണാഞ്ഞതുകൊണ്ടാണ് അന്ന് അതേക്കുറിച്ച് പുറത്തു പറയാതിരുന്നത്. ഇപ്പോൾ ദല്ലാൽ തന്റെ പേര് കൂടി പരാമർശിച്ച സാഹചര്യത്തിലാണ് അതേക്കുറിച്ച് പറയേണ്ടി വന്നത്. EP ജയരാജനല്ല, സീതാറാം യെച്ചൂരി തന്നെ വിളിച്ചാലും അത് തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം തനിക്കുണ്ട് എന്നായിരുന്നു ദീപ്തിയുടെ പ്രതികരണം. ഒരവസരം കൂടി കിട്ടിയ നിലയ്ക്ക് ഒന്നുകൂടി ആഞ്ഞു കൊടുത്തേക്കാമെന്ന മട്ടിൽ EP ജയരാജൻ CPMന്റെ മാത്രമല്ല BJPയുടെയും റിക്രൂട്ട്മെന്റ് ഏജന്റ് ആണെന്നും P രാജീവ് ഡമ്മി മന്ത്രിയാണെന്നും SFIയുടെ ആശോ സംസാരിക്കുന്നതിനേക്കാൾ മോശമായി 90കളിൽ മഹാരാജാസ് കോളേജിൽ പ്രതികരിച്ചിരുന്ന ആളാണെന്നും ദീപ്തി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ദീപ്തി വോട്ട് മറിച്ചെന്ന ആരോപണമായി ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടാഞ്ഞതിനെ തുടർന്ന് അവർ നിരാശയിലായിരുന്നു. ഇതേ തുടർന്നാണ് താൻ അവരെ CPMലേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ചത്. എന്നാൽ ജയരാജനെ കാണാൻ ദീപ്തി തന്നെയാണ് സ്വമേധയാ അദ്ദേഹം താമസിക്കുന്നിടത്തേക്ക് പോയത്. തന്റെ സത്യസന്ധത വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദീപ്തി ഉമാ തോമസിന് വോട്ട് ചെയ്യാതെ വോട്ട് മാറ്റി ചെയ്ത ശേഷം VVPATന്റെ ഫോട്ടോ എടുത്ത് തനിക്ക് മൊബൈലിൽ അയച്ചും തന്നു. അത് താൻ EP ജയരാജനെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് നന്ദകുമാർ അടുത്ത കരു നീക്കിയിരിക്കുന്നത്. ഇക്കാര്യം ദീപ്തി നിഷേധിക്കുകയാണെങ്കിൽ തെളിവടക്കം പുറത്തുവിടാമെന്നും നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനിയൊന്ന് ആലോചിക്കണമെന്നാണ് ദീപ്തിയുടെ ഭാഗം. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച ശേഷം മാത്രമേ ഇനി മറുപടി പറയുള്ളൂ എന്നാണ് ദീപ്തി പ്രതികരിച്ചത്. 2 വർഷം മുമ്പുള്ള കാര്യം ഇപ്പോൾ പറയുന്നതിന് പിന്നിൽ ആരാണെന്നും എന്താണ് ലക്ഷ്യമെന്നും അറിയില്ലല്ലോ. അപ്പോ എന്തൊക്കെയോ ആ ഉപതെരഞ്ഞെടുപ്പിൽ പുകഞ്ഞിരുന്നു. അടിയുറപ്പുള്ള മുന്നണിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇടതുമുന്നണിയുടെ തറക്കല്ല് ഇളകിയതാണോ? ആരെന്ന് നോക്കാതെ എന്തെന്ന് നോക്കാതെ കണ്ടവരെയൊക്കെ ക്ഷണിക്കുന്നതിന് പിന്നിൽ ഒന്നുകിൽ തളർച്ചയുടെ യാഥാർത്ഥ്യത അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ കുടില തന്ത്രമാകാം. ഞങ്ങൾ തളർന്നു തുടങ്ങിയെങ്കിൽ നിങ്ങൾ വളർന്നുകൂടാ എന്നതിലെ കുടില തന്ത്രം.